എല്ലാവർക്കും നമസ്കാരം. ലക്ഷം ലക്ഷം പിന്നാലെ എന്ന മുദ്രാവാക്യം പാർട്ടി ഭേദമില്ലാതെ പല നേതാക്കളും ലക്ഷങ്ങൾ മുടക്കി അണികളെ കൊണ്ട് വിളിപ്പിക്കാറുണ്ടെങ്കിലും ഈ ലക്ഷങ്ങൾ പിന്നാലെ നടക്കുന്ന നേതാക്കൾ ലോക്സഭയിൽ ഒരുപാടുണ്ട്. ലോക്സഭാ പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതിന്റെ റെക്കോർഡ് ഇപ്പോൾ ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ എന്ന CR പാട്ടീലിന് ഒപ്പമാണ്. 2019 എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം പുതിയ റെക്കോർഡ് സ്ഥാപിച്ചത്. ഗുജറാത്തിലെ നവസരി മണ്ഡലത്തിൽ 6,89,668 വോട്ടുകൾക്കാണ് അദ്ദേഹം കോൺഗ്രസിലെ ധർമേഷ് ഭായ് ഭീംഭായിയെ മലർത്തിയടിച്ചത്. എന്നാൽ ലോക്സഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനുടമ പട്ടേൽ അല്ല എന്ന് മാത്രം. അത് പ്രീതം മുണ്ടയ്ക്ക് സ്വന്തമാണിപ്പോൾ. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന മഹാരാഷ്ട്രയിലെ BJP നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിലാണ് മകൾ പ്രീതം മുണ്ടെ അതിശയിപ്പിക്കുന്ന വിജയം കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലെ ബീഡ് മണ്ഡലത്തിൽ 6,92,245 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രീതം കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന അശോക് പാട്ടീലിന്റെ വാലിന് തീ കൊടുത്തത്. 2004 തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ ആറംബാഗ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച CPM നേതാവ് അനിൽ ബസുവിന്റെ റെക്കോർഡാണ് അന്ന് പ്രീതം തകർത്തത്. കുതിരവട്ടം പപ്പു വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചരിഞ്ഞിരുന്നെങ്കിൽ വീണു പോകാമായിരുന്ന തരത്തിൽ വൻ പിച്ച ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്തിയ 2 പേരുണ്ട്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ ലോക്സഭാംഗങ്ങൾക്കുള്ള റെക്കോർഡ് ഇതേവരെ ആർക്കും തകർക്കാനും ആയിട്ടില്ല. 1989 അനകപ്പള്ളിയിൽ നിന്ന് കോൺഗ്രസുകാരനായ കൊനാത്തല രാമകൃഷ്ണ ജയിച്ചത് വെറും 9 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. തെലുങ്കുദേശം പാർട്ടിയിലെ അപ്പള നരസിംഹത്തെയാണ് രാമകൃഷ്ണ അന്ന് തോൽപ്പിച്ചത്. 1998 ആയപ്പോൾ രാമകൃഷ്ണയ്ക്ക് കൂട്ടായി BJPയിലെ സോം മറാണ്ടി രംഗത്തെത്തി. ബീഹാറിലെ രാജ്മഹൽ മണ്ഡലം മറാണ്ടിക്ക് അന്ന് നൽകിയത് വെറും 9 വോട്ടിന്റെ തന്നെ ഭൂരിപക്ഷമായിരുന്നു. ഭൂരിപക്ഷ കണക്കിൽ കേരളത്തിൽ മുമ്പൻ കഴിഞ്ഞ തവണ വയനാട്ടിൽ ജയിച്ച രാഹുൽ ഗാന്ധി തന്നെയാണ്. 4,31,770 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി CPIയിലെ PP സുനീറിനെ കെട്ടുകെട്ടിച്ചത്. ഭൂരിപക്ഷത്തിൽ 2ാം സ്ഥാനം മുസ്ലിം ലീഗ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അഹമ്മദിനാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ അഹമ്മദ് നേടിയത് 1,94,739 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. CPM സ്ഥാനാർത്ഥി PK സൈനബയായിരുന്നു എതിരാളി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ കേരളത്തിലെ കാവൽക്കാരൻ 2004 മൂവാറ്റുപുഴയിൽ നിന്ന് വിജയിച്ച PC തോമസ് ആണ്. CPMലെ PM ഇസ്മായിലിനെ തോമസ് പരാജയപ്പെടുത്തിയത് കേവലം 529 വോട്ടുകൾക്കാണ്. മറ്റൊരു കഥയുമായി നാളെ.